വാർത്തയാണ്. വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് ബില്ല് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെക്കും. 8 മണിക്കൂർ സമയമാണ് ചർച്ചയ്ക്ക് അനുവദിച്ചിട്ടുള്ളത്. എല്ലാ എംപിമാർക്കും ഭരണപക്ഷം വിപ്പ് നൽകും. അതേസമയം ഇന്നലെ നടന്ന കാര്യോപദേശക സമിതി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നിരുന്നു. ഇന്ന് ബിൽ പാർലമെന്റിൽ വരാനിരിക്കെ തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ലോക്സഭാ എംപിമാർ യോഗം ചേരുന്നുണ്ട്. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ എത്തുമ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന് പറയുമ്പോഴും അവർക്ക് മേൽ വലിയ സമ്മർദ്ദങ്ങളുണ്ട്. അതേസമയം വളരെ പ്രസക്തമായ ചോദ്യം മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ക്ഷേത്രഭരണ സമിതിയിൽ എത്ര അഹിന്ദുക്കൾ ഉണ്ടാകാറുണ്ട് എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ മറുവശത്ത് ഉയർത്തുന്നുണ്ട്. ആ രീതിയിൽ പല വിവരങ്ങളും, ഈ ബില്ലിൻ്റെതായ പല വിവരങ്ങളും പുറത്തു വരുന്നുമുണ്ട്. ഇപ്പോൾ ഇന്ന് ബിൽ സഭയിൽ വരാനിരിക്കെ എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, പരിഷ്കരിച്ച വഖഫ് നിയമ ഭേദഗതി ബില്ലാണ് ഇന്ന് പാർലമെന്റിൽ വെക്കുന്നത്. ചോദ്യോത്തര വേളയ്ക്ക് ശേഷം 12 മണിക്കായിരിക്കും ബില്ല് സഭയുടെ മേശപ്പുറത്ത് വെക്കുക. തുടർന്ന് ചർച്ച നടക്കും. 8 മണിക്കൂർ ചർച്ചയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ വിയോജിപ്പ് ഇന്നലെ തന്നെ കാര്യോപദേശക സമിതി യോഗത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അതായത് 8 മണിക്കൂർ എന്ന സമയം വളരെ കുറവാണ് എന്ന നിലപാടായിരുന്നു പ്രതിപക്ഷത്തിൻ്റേത്. അപ്പോൾ സർക്കാർ വ്യക്തമാക്കിയ കാര്യം 8 മണിക്കൂർ ചർച്ച കഴിഞ്ഞ് ചർച്ച അവസാനിച്ചില്ലെങ്കിൽ വേണമെങ്കിൽ സമയം നീട്ടാമെന്നൊരു നിലപാടാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നിലപാടൊക്കെ കൈക്കൊണ്ടത്. അപ്പോൾ ഇന്നലെ തന്നെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് വ്യക്തമായിരുന്നു. ഇന്നലെ കാര്യോപദേശക സമിതി യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്നീട് ഇറങ്ങിപ്പോവുക, ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. ഏതായാലും ഈ ബില്ലിനെ എതിർക്കുമെന്ന് ഇന്ത്യ സഖ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ എതിർക്കും. ജനാധിപത്യ വിരുദ്ധമാണ് ഈ ബില്ലെന്നാണ് ഇന്ത്യ സഖ്യം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഏതായാലും ഇന്ത്യ സഖ്യത്തിന്റെ യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിലും ഈ നിലപാട് തന്നെയായിരിക്കും ഇന്ത്യ സഖ്യം സ്വീകരിക്കുക. സർക്കാരിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സർക്കാരിന് നിലവിൽ ആശങ്കകളില്ല. ബില്ല് 2 സഭകളിലും പാസ്സാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ലോക്സഭയിൽ ബില്ല് പാസ്സാക്കിയെടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. നാളെ രാജ്യസഭയിലും ഈ ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കിയെടുക്കുക. കാരണം മറ്റന്നാൾ സഭാ സമ്മേളനം, ബജറ്റ് സമ്മേളനം അവസാനിക്കുകയാണ്. കാരണം ലോക്സഭയിൽ ഒരുപക്ഷെ സർക്കാരിനെ ഉറ്റുനോക്കിയിരുന്നത് പ്രധാനമായും JDUവും TDPയും എടുക്കുന്ന നിലപാടാണ്. കാരണം BJP കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാണ് TDP, JDU മൂന്നാമത്തെ കക്ഷിയാണ്. ഈ 2 പാർട്ടികളും അതത് സംസ്ഥാനങ്ങളിൽ മുസ്ലിം വോട്ട് ബാങ്ക് നിർണായകമാണ്. പ്രത്യേകിച്ച് JDUവിന് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നിതീഷ് കുമാർ ആ പാർട്ടിയെ നയിക്കുന്നു. അപ്പോൾ JDU ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ചില ആശങ്കകൾ, അല്ലെങ്കിൽ അവർക്ക് മേൽ സമ്മർദ്ദം ശക്തമായിരുന്നു. ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡ് അടക്കം കഴിഞ്ഞ ദിവസം പാട്നയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതാണ്. നിതീഷ് കുമാറിനെ കണ്ട് ഈ ബില്ലിനെ പിന്തുണയ്ക്കരുതെന്ന് അവർ ആവർത്തിച്ചതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അമിത്ഷാ JDU നേതാക്കളുമായി ചേംബറിൽ ചർച്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെ JDU വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ബില്ലിനെ പിന്തുണയ്ക്കുമെന്നാണ്. കാരണം ആശങ്കകൾ ഉണ്ടായിരുന്നു. ആ ആശങ്കകൾ JPC അറിയിച്ചു. അപ്പോൾ അതും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബില്ല് വരുന്നത് എന്ന നിലപാടാണ് JDU സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക്സഭയും രാജ്യസഭയും കടക്കാൻ സർക്കാരിന് പ്രതിസന്ധിയില്ല. TDPയും JDUവും മറ്റു ചെറു പാർട്ടികളും ഒക്കെ തന്നെ വരുമ്പോൾ സർക്കാരിന്റെ അംഗബലം 293 ഉയരും. അപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ സർക്കാരിന് അംഗബലമുണ്ട്. രാജ്യസഭയിൽ നിലവിലെ അംഗബലം എന്ന് പറയുന്നത് 237 പേരാണ്. അതിൽ തന്നെ സർക്കാരിന് ഏതാണ്ട് 125, NDAക്ക് 125 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. അപ്പോൾ അവിടെയും വലിയ പ്രതിസന്ധി വരുന്നില്ല സർക്കാരിന്. അങ്ങനെ 2 സഭകളിലും ഈ ബില്ല് കടക്കുകയും ചെയ്യും. ഇനി ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ അത് കേരളത്തിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ ചില ആശങ്കകൾ ഇന്നലത്തെ യോഗത്തിൽ തന്നെ പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസുകൾ. അതൊന്ന് LDFനൊപ്പമുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ്, മറ്റൊന്ന് ജോസഫ് വിഭാഗമാണ്. ഈ 2 കക്ഷികളും ഇക്കാര്യം, അതായത് ബില്ലിലെ ജനാധിപത്യ ന്യൂനപക്ഷ വിരുദ്ധ നടപടികളെ എതിർക്കുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഇന്ത്യ സഖ്യത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കുകയും ചെയ്യും. പക്ഷേ മുനമ്പം അടക്കമുള്ള വിഷയങ്ങളിൽ ആശങ്കയുണ്ട് എന്ന് ഈ 2 നേതാക്കളും ഇന്നലെ യോഗത്തെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യങ്ങൾ കൂടി പരിഗണിക്കും എന്ന് മല്ലികാർജ്ജുൻ ഖർഗെ അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ 2 പാർട്ടികൾ എന്ത് നിലപാട്, പ്രത്യേകിച്ച് വോട്ടിംഗ് അടക്കമുള്ള സമയങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ഏതായാലും 12 മണിക്കാണ് ബില്ല് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുക. അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും. അതിനുശേഷം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മറുപടി നൽകുകയും ചെയ്യും. അങ്ങനെ ഇന്നത്തെ സഭാ നടപടികൾ ഒരുപക്ഷെ രാത്രി വരെ നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. ശ്രീജ, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. വഖഫ്
നിയമ ഭേദഗതി ബിൽ പുതുക്കിയ വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ചില വിവരങ്ങളൊക്കെ ഈ ബില്ലിൽ എന്തൊക്കെയാണ് ഉള്ളടക്കം എന്നത് സംബന്ധിച്ച് ചില സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. വഖഫ് സ്വത്തിൽ അവകാശം ഉന്നയിക്കാൻ രേഖ നിർബന്ധമാക്കും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ. സ്ത്രീകളെയും അമുസ്ലിങ്ങളെയും ബോർഡിൽ ഉൾപ്പെടുത്തണമെന്ന് ബില്ലിൽ നിർദ്ദേശമുണ്ട്. ട്രൈബ്യൂണൽ വിധിയിൽ ആക്ഷേപമുള്ളവർക്ക് ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കാമെന്ന ബില്ല് ശുപാർശ ചെയ്യുന്നു. 5 വർഷം ഇസ്ലാം മതം പിന്തുടർന്നവർക്ക് മാത്രമേ വഖഫ് നൽകാനാവൂ എന്ന വ്യവസ്ഥയുണ്ട്. വഖഫ് ബൈ യൂസർ വ്യവസ്ഥയ്ക്ക് പകരം വഖഫ് ഡീഡ് എന്ന വ്യവസ്ഥ നിർബന്ധമാക്കി എന്ന വിവരങ്ങളുണ്ട്. അങ്ങനെ ബില്ലിന്റെ വിവരങ്ങൾ പലയിടത്ത് ഇങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ബില്ലിലുള്ളത്, അതിൽ എന്ത് നിലപാട് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കും എന്നത് ഈ വോട്ടിങ്ങിലേക്കൊക്കെ പോകുമ്പോഴായിരിക്കും അറിയുക. എന്തായാലും ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വരാനുള്ളത് ലോക്സഭയിൽ നിന്നാണ്. നമുക്ക് ലോക്സഭയിലേക്ക് ഉറ്റുനോക്കാം. 12 മണിക്ക് ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ബില്ല് സഭയുടെ മേശപ്പുറത്ത് വെക്കുകയും തുടർന്ന് വളരെ വിശദമായൊരു ചർച്ച, 8 മണിക്കൂർ നീളുന്ന ചർച്ച, അത് പോരെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. പക്ഷേ 8 മണിക്കൂർ നീളുന്ന ഒരു ചർച്ച ഈ വിഷയത്തിൽ നടക്കുകയും ചെയ്യും. ER രാഗേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.